ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബിൻസി വ്ളോഗ്സ്. എല്ലാവർക്കും എൻ്റെയും ഫാമിലിയുടെയും അഡ്വാൻസ്ഡ് ക്രിസ്മസ് ആശംസകൾ, അതുപോലെ തന്നെ ന്യൂ ഇയർ ആശംസകളും. ഞാനിന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. ഇന്നലെ, അതായത് ഡിസംബർ 23-ന് ഇവിടെ ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ നല്ല രീതിയിൽ തന്നെ സ്നോ വീണു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും അതുപോലെ തന്നെ ചെറിയൊരു ഷോപ്പിങ്ങിൻ്റെ കാഴ്ചകളും പിന്നെ ഇവിടുത്തെ കുറച്ച് ക്രിസ്മസ് ലൈറ്റ്സും ഒക്കെയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. എൻ്റെ സൗണ്ട് കുറച്ച് അടഞ്ഞിട്ടാണുള്ളത്, എനിക്ക് കോൾഡാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അധികം താമസിയാതെ ഈ ചെറിയ വ്ളോഗിലേക്ക് നമുക്ക് പോകാം. സാധാരണ ഇവിടെ ഫെബ്രുവരി, മാർച്ച് ആ സമയത്താണ് സ്നോ കൂടുതലും വീഴാറുള്ളത്. ഇതിപ്പോൾ പെട്ടെന്നൊരു സർപ്രൈസ് ആയിരുന്നു. നമ്മൾ രാവിലെ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര സ്നോഫോളായിരുന്നു. അപ്പോൾ ഇതുവരെയും സ്നോ ഒന്നും ഉരുകി പോയിട്ടില്ല. ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ -2 ആണ്. സ്വീഡൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് സ്നോ വീഴാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മാത്രം ഇതുവരെ സ്നോ വീണില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് സ്നോ ആണ്. അപ്പോൾ എല്ലാവരും ഇതുവരെ സ്നോ വീഴുന്നത് കണ്ടിട്ടില്ലാത്തവർ ഇത് എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു സ്നോഫോളാണ്. അപ്പോൾ ക്രിസ്മസിന് നമ്മൾ റൈംസിലൊക്കെ കാണുന്ന പോലെ അതുപോലെ ഒരു ഫീലിംഗ് ആണ് സ്നോ വീഴുമ്പോൾ. അപ്പോൾ നമുക്ക് സ്നോയുടെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതൊരു സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്നോ വീണതുകൊണ്ട് എന്തായാലും പോകാൻ തന്നെ തീരുമാനിച്ചു. സ്നോയുടെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ പോവാണ്. അപ്പോൾ ഞാൻ പോകുന്നത് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു മോളിലാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. അതിൽ ഞാനൊരു പള്ളിയും അതുപോലെ തന്നെ ഷോപ്പിംഗ് മോളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സെയിം ഷോപ്പിംഗ് മോളിലേക്കാണ് ഞാൻ പോകുന്നത്. അന്ന് അതിൻ്റെ അകത്തുള്ള അധികം കാഴ്ചകളൊന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇന്ന് കുറച്ചൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് വെളിയിലേക്ക് പോകുന്നത്. മക്കളും ഹസ്ബൻഡും വീട്ടിൽ തന്നെയാണ്. അപ്പോൾ സ്നോ ഒക്കെ ആയത് കാരണം അവർ കുറച്ച് സ്നോയിലൊക്കെ പോയി കളിക്കാനൊക്കെ ആയിട്ട് പ്ലാൻ ഉണ്ട്. പിന്നെ കുട്ടികളെ കൊണ്ട് പോയാൽ നമുക്ക് അധികം പർച്ചേസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് പോയി വരാമെന്ന് കരുതിയാണ് ഞാൻ ഒറ്റയ്ക്ക് പോയത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ബസ്സിലാണ് പോകുന്നത്. നമ്മുടെ അടുത്ത് തന്നെയുണ്ട് സ്റ്റോപ്പ്. അപ്പോൾ ഇതിപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെയെല്ലാം സ്നോ ആണ്. റോഡിൽ സഹിതം സ്നോ വീണ് ആകെ തെന്നുന്ന ഒരവസ്ഥയിലാണ്. അപ്പം നല്ല ഗ്രിപ്പുള്ള ഷൂസ് ഇട്ടില്ലെങ്കിൽ സ്ലിപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ റോഡിൽ കിടക്കുന്ന സ്നോ എല്ലാം ഇവിടെ വന്ന് റിമൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്നോ ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ഞാൻ ബസ് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് വളരെ അടുത്താണ് നമ്മളീ പോകുന്ന മോള്. വെറും 5 മിനിറ്റ് പോലും വേണ്ട അവിടെ എത്താനായിട്ട്. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഇത് നല്ല തിരക്കാണ്. ക്രിസ്മസ് ഒക്കെ അടുത്തതുകൊണ്ട് വളരെ നല്ലൊരു തിരക്കാണ്. ഇതിപ്പോൾ നമ്മൾ മോളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് പോവാണ്. നമ്മളുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് സെൻറ്റ് ജോൺസ് പള്ളി. ഈ പള്ളി ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും സ്നോ വീണ് കിടക്കുകയാണ്. അതുപോലെ തന്നെ ക്ലൗഡി ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അപ്പോൾ ഞാനിന്ന് മെയിനായിട്ട് പോകുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളും അതുപോലെ തന്നെ കുറച്ച് എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഷോപ്പിംഗ് മോളിലും നല്ല തിരക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോകാൻ പോകുന്നത് മെഡിക്കൽ സ്റ്റോറിലേക്കാണ്. ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോർ എന്ന് പറയുന്നത് അപ്പോടെക് എന്നാണ് അറിയപ്പെടുന്നത്.
അവിടെ മെഡിസിൻസ് മാത്രമല്ല, നമ്മൾക്ക് എന്താണ് കോസ്മെറ്റിക്സ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിട്ടുന്ന സ്ഥലമാണ്. നമുക്ക് പോയി സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് മരുന്ന് വാങ്ങാവുന്നതാണ്. ഇവിടെ ടോക്കൺ സിസ്റ്റമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ടോക്കൺ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വന്നിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പേസ്റ്റും അതുപോലെ തന്നെ വൈപ്പൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 0 to 5 ഇയേഴ്സിൻ്റെ പേസ്റ്റാണ് ഞാനിപ്പോൾ വാങ്ങുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിലൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പേസ്റ്റ് ചൂസ് ചെയ്യുന്നതിനെക്കുറിച്ച്. നമ്മളുടെ നാട്ടിൽ മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് മാത്രമേ കുട്ടികൾക്ക് ബ്രഷ് ചെയ്യാവുള്ളൂ. പിന്നെ ഞാനിവിടെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വൈപ്സും കൂടെ എടുക്കുന്നുണ്ട്. ഇത് H&M ആണ്. ഇവിടെ നല്ല സെലക്ഷനൊക്കെ ഉണ്ട്. കുട്ടികൾക്കും അതുപോലെ തന്നെ ലേഡീസിനും വേണ്ട കോസ്മെറ്റിക്സ് എല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ ഓരോ മോളിലുള്ള H&M ഡിഫറെൻ്റ് ആണ്. ഓരോ സ്ഥലത്തും ഓരോ വെറൈറ്റി സാധനങ്ങളാണ്. അപ്പോൾ ഏത് മോളിൽ പോയാലും H&Mലും നമ്മളൊന്ന് കയറും. അപ്പോൾ നമ്മളൊരു ട്രിപ്പിന് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. കുറച്ച് വൂളൻ സോക്സ് ഒക്കെ വാങ്ങണം. സൂപ്പ് എന്ന് പറഞ്ഞൊരു കടയാണ്. ഇവിടെ ചൈനീസ് ഫുഡാണ് കിട്ടുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. അപ്പോൾ റൈസും അതുപോലെ തന്നെ കൂടുതലും ചിക്കനാണ്, പിന്നെ പ്രോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ പോയത് ഒരു ക്യാൻഡി ഷോപ്പിലേക്കാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് കുറച്ച് ക്യാൻഡീസൊക്കെ വാങ്ങാമെന്ന് കരുതി. അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു ക്യാൻഡി ഷോപ്പിലേക്ക് പോയിട്ടില്ല. സാധാരണ നമ്മളുടെ ഗ്രോസറി ഷോപ്പിൽ ഇങ്ങനെ ക്യാൻഡി സെക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടുന്ന് പലപ്പോഴും ക്യാൻഡീസ് വാങ്ങിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ക്യാൻഡി ഷോപ്പിലേക്ക് പോകുന്നത്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ക്യാൻഡീസ് ഉണ്ട്, കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ക്യാൻഡീസ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ട്രാവലൊക്കെ പോകുമ്പോൾ കുട്ടികൾ എന്തെങ്കിലും നിർബന്ധം പിടിക്കുകയാണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ക്യാൻഡീസൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ക്യാൻഡി ഷോപ്പിൽ നിന്ന് ഞാനിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വിൻ്റർ ഷൂ കൂടി ഇത് കൂടാതെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ ഷോപ്പിംഗ്. അപ്പോൾ ഇനി ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഇതിപ്പോൾ സമയം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല ഇരുട്ടായി കാണും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല ലൈറ്റ്സും ഇപ്പം ഞാൻ ഷോപ്പിംഗ് മാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ഇരുട്ടായി തുടങ്ങി. ഇനി ബസ്സിന് വേണം പോകാനായിട്ട്. അപ്പോൾ ഞാൻ ബസ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റുള്ള ബസ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാനൊരു സ്റ്റോപ്പിൽ പോയിട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഡയറക്റ്റുള്ള ബസ്സിന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗുസ്താഫ് അഡോൾഫ് ടോഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. അവിടെ കാണാനായിട്ട് നല്ല രസമുള്ളൊരു സ്ഥലമാണ്. അവിടെ ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ കാണുമെന്ന്
ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. അവിടെ ചെന്നപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ ആ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഒരു സെമിത്തേരിയാണ്. അവിടെ ഒരുപാട് കല്ലറകളൊക്കെ ഉണ്ട്. അതിന് ഓപ്പോസിറ്റായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ലൈറ്റ്സിൻ്റെ ഇത്. അപ്പോൾ മരങ്ങളിലെല്ലാം സ്നോ ആണ്. അതുപോലെ തന്നെ മരങ്ങളിലെല്ലാം ലൈറ്റ്സ് തൂക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ അവിടെ നമ്മളിപ്പോൾ കാർത്തിക വിളക്കിനൊക്കെ കത്തിക്കുന്ന പോലെ ലൈറ്റ്സ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. വലിയ വലിയ ക്യാൻഡിൽസാണ്. കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത ബസ് എന്ന് പറയുന്നത് 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് അതൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്തതാണ്. മരങ്ങളിൽ പല കളറിലുള്ള ലൈറ്റ്സ് തൂക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ക്രിസ്മസ് കാരളൊക്കെ പാടുന്നുണ്ട്. ഒരുപാട് പേര് ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമുള്ള കാഴ്ചയാണ്. മഞ്ഞുകൂടെ വീണ് കിടക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ്. വീണ്ടും തിരിച്ച് ഞാൻ ബസ്സിലേക്ക് കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് ഡയറക്റ്റുള്ള ബസ്സാണ് കിട്ടിയത്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ വന്ന് ഇറങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ബസ്സാണ്. ബസ് നമ്പർ 4 ആണിത്. ഇവിടെ ബസ്സുകൾക്കെല്ലാം നമ്പേഴ്സാണ്. അതുപോലെ തന്നെ ഓരോ ബസ് സ്റ്റോപ്പിനും ആൽഫബറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ABC എന്ന്. അപ്പോൾ നമ്മളിപ്പോൾ 4 നമ്പർ ബസ് ചില പർട്ടിക്കുലർ ആൽഫബറ്റിൽ മാത്രമേ നിർത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ബസ്സിൻ്റെ സിസ്റ്റമൊക്കെ. അപ്പോൾ എല്ലായിടത്തും ലൈറ്റ്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ചെറിയ ക്രിസ്മസ് കാഴ്ചകൾ. അപ്പോൾ സ്നോ കൂടെ വീണത് കൊണ്ട് വളരെ സ്പെഷ്യലാണ് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഡ്വാൻസ്ഡ് ക്രിസ്മസ് വിഷസ്. ഞാനിനി ക്രിസ്മസിന് വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തിരക്കിലാണെന്നറിയാമെങ്കിലും സമയം കിട്ടുമ്പോൾ നിങ്ങൾ വ്ളോഗ് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.